അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കല്ലേക്കാട് ഭാഗത്താണ്. അതായത് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തില്ല. അതായത് നമ്മുടെ പാലക്കാട് ടു ഷൊർണൂർ പോകുന്ന റോഡില് നമ്മുടെ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടല്ലോ. ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്ററോടെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് ആക്സസ് ഉണ്ട്. ഈ റോഡിലോട്ട്, അതായത് ഹൈവേ റോഡിൽ നിന്ന് 700 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഈ കിടക്കുന്ന ലാൻഡ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നമുക്ക് ചെറിയ ബഡ്ജറ്റ് നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് 3 സെന്റ് മുതൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ്. അതായത് വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാൻഡ് ഇൻവെസ്റ്റ് വാങ്ങിച്ചിടുന്നതിനോ അതിനെല്ലാം സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു 6 മീറ്ററോളം നല്ല വൈഡായിട്ടുള്ള നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു വാഹനം ഇവിടെ നിർത്തിയിട്ടാലും നമുക്ക് 2 വണ്ടി സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റോഡ് ആക്സസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് നമ്മുടെ ലാൻഡിനകത്തേക്ക് ഒന്ന് കയറി കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്ത് ശരിക്കും വാസ്തു പ്രകാരം നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ വടക്കോട്ട് ഫേസ് ചെയ്തിട്ട്, ഇങ്ങനെ ഏത് ദിശയിലേക്ക് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വീട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ശരിക്കും നമുക്കിപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞ് വന്ന ഫുള്ള് വീടുകളായിരിക്കും. ഈ കാണുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല നമ്മുടെ ലാൻഡ് ഉണ്ടാവുക. പിന്നെ എന്താ, ശരിക്കും നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ്. അതായത് ഒരു മണ്ണ് ഫില്ല് ചെയ്യാനോ ഇനി അതല്ല ഒരു JCB കൊണ്ട് നമുക്കൊന്ന് മറിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത്രയും പക്ക ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ നമുക്ക് KCB കണക്ഷനും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ സോഴ്സ് കേട്ടോ, കണ്ടോ, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടും. അതായത് പണ്ടുള്ള ഒരു കിണറാണ്. ഇനി അത് ഇപ്പോഴും ഉണ്ടോ, അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ള കേട്ടോ, ഫുള്ള് ഇഷ്ടിക വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഈ ഒരു ലാൻഡ് ആരാണോ എടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ബോണസ് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി മറ്റൊരു പ്രത്യേകിച്ച് നമുക്ക് 5 മീറ്ററിന് നല്ല റോഡ് ആക്സസ് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും 2 വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാനും വരാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. ശരിക്കും ആ എൻ്റെ മുതൽ സ്ട്രെയിറ്റ് കണ്ടോ, ആ ഒരു വീടുകളെ കാണുന്നില്ല, ആ വീടുകളിൽ എൻ്റെ വരെ നമുക്ക് സ്ട്രെയിറ്റ് റോഡാണ് വന്നിരിക്കുന്നത്. എവിടെയും വളയാനോ തിരിയാനോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന്, അതായത് പാലക്കാട് ടൗണിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഷൊർണൂരിലേക്ക് പോകുന്ന സമയത്ത് ഒരു 4 കിലോമീറ്റർ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ട്, അതായത് ഹൈവേന്ന് 700 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ദൂരം വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 3 സെന്റ് സ്ഥലവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇവർ പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വീട് വില്ലാസ് കെട്ടിയിട്ട് നമുക്ക് ഫുള്ള് കോമ്പൗണ്ട് വാള്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇന്റർലോക്ക്, പിന്നെ നമ്മുടെ ബോർവെല്ല്, അങ്ങനെയുള്ള A to Z എല്ലാ പരിപാടി, അതായത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഒരു പ്ലാൻ, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ അനുസരിച്ചിട്ട് വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പക്ക ക്ലിയർ ആക്കിയിട്ട് വേണമെങ്കിലും ആ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വരികയാണ് സമയത്ത് കണ്ടോ, എല്ലാ ഭാഗത്തും നമുക്ക് വാഹനങ്ങളൊക്കെ കയറാൻ ഇറങ്ങാനുള്ള ഭാഗത്തൊക്കെ നമുക്ക് വലിയ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തൊക്കെ ഫുള്ള് വീടുകളാണ് കണ്ടോ, ചുറ്റിനും ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനാണ്. അതായത് ഒറ്റപ്പെട്ട ഭാഗമല്ല, ഫോറസ്റ്റിന്റെ പ്രശ്നമല്ല, വന്യമൃഗങ്ങളുടെ പ്രശ്നമല്ല, ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല, ധാരാളം വെള്ളവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ വീടുകൾ കാണുന്നുണ്ടോ, ഈ വീടുകളുടെ നേരെ ഫ്രണ്ടിൽ ശരിക്കും നല്ല നെൽപ്പാടാണ്. ഇവിടുന്ന് കുറച്ച് ഹൈറ്റ് കമ്മിയിലാണ് ബാക്കി എല്ലാ വീടുകളും വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു വീട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും നമുക്ക് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന നല്ല രീതിയിലുള്ള തുറസ്സായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ, സൈഡ് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഏരിയ ആണ്. ശരിക്കും നമുക്ക് നല്ലൊരു പാലക്കാട് ടൗണിലേക്ക് ആണെങ്കിലും ഇനി അതെല്ലാം മറ്റു ആക്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടാണ് കേട്ടോ. ശരിക്കും ഇവിടുന്ന് നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമേ ദൂരമുള്ളൂ. ഹൈവേക്ക് 700 മീറ്റർ ദൂരം. പിന്നെ നമ്മുടെ വ്യാസ സ്കൂൾ ഉണ്ടല്ലോ, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ പോലീസ് ക്യാൻറ്റീന് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, കടകൾ, ഷോപ്പ് തുടങ്ങിയ എല്ലാ ആക്സസും കിട്ടുന്ന ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് ഓരോ പ്ലോട്ടും വന്നിരിക്കുന്നത്. അല്ലേ, കറക്റ്റായിട്ട് നിരപ്പായിട്ട് ഓരോ പ്ലോട്ടും നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് സ്ക്വയർ പീസാക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 സെന്റ് മുതൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീടോ കാര്യങ്ങളൊക്കെ വില്ലാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. 2 BHK വീടും അതുപോലെ തന്നെ ഗേറ്റ്, ഇന്റർലോക്ക്, അതുപോലെ തന്നെ ബോർവെല് തുടങ്ങിയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഇവർ ചോദിക്കുന്ന വില 29 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 90% വരെ ലോണും അവൈലബിൾ ആണ്. അതായത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് എടുക്കാനില്ല, നമുക്ക് ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുകാർ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കൊന്നും വേണ്ട ആവശ്യമില്ല. ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്ത്
ക്ലിയർ ആക്കി തരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്ലോട്ട് വന്ന് നോക്കുക. ജസ്റ്റ് ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അതിനകത്ത് കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് ഓണറുടെ കോൺടാക്ട് നമ്പറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ നേരിട്ട് വരിക, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. പ്രോപ്പർട്ടി എടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ബാക്കി വിലയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിക്കുക. കാരണം ഓരോ ഏരിയ അനുസരിച്ചിട്ട് ചെറിയ റേറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊക്കെ ഏകദേശം 4-4.5 ലക്ഷം രൂപയൊക്കെയാണ് ഇവിടെ പ്രൈസ് വരുന്നത്. പക്ഷേ ആ റേറ്റ് ഒന്നും നമ്മളിവിടെ ചോദിക്കുന്നില്ല. മര്യാദയ്ക്കുള്ള ഒരു പറ്റിയ റേറ്റിന് നിങ്ങൾക്കത് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് വേറെ ബ്രോക്കർമാരെ കമ്മീഷൻ അങ്ങനെയൊന്നും കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഓണറിനെ വിളിക്കുക, നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്.